ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വ്ളോഗ് സമ്മറൊക്കെ അല്ലേ, അപ്പോൾ ഒരു ചേഞ്ചിന് നമ്മുടെ യൂട്യൂബ് ചാനലിലെ ആദ്യത്തെ വ്ളോഗും കൂടിയാണ് കേട്ടോ. മറ്റൊന്നുമല്ല, സമ്മർ എഡിഷൻ വാട്ട്സ് ഇൻ മൈ ബാഗ്. അപ്പോൾ ഇതാണ് ഗൈസ്, ഇങ്ങനെ തന്നെ ഫ്രണ്ട് ഇതാണ് ഗൈസ് എൻ്റെ ഇപ്പോഴത്തെ ബാഗ്. എങ്ങനെയുണ്ട്? കളർ ഇഷ്ടമായോ? അടിപൊളി കളറല്ലേ? ഈ ബാഗ് ഞാൻ കുറച്ച് നാളായി വാങ്ങിയിട്ട്. ഈ ബാഗ് മേടിക്കാനുള്ള റീസൺ എൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റും എൻ്റെ നല്ലൊരു ഫ്രണ്ടായ ജൂഹി ചേച്ചി ഒരു ദിവസം ഇവിടെ ഷൂട്ടിന് വന്നപ്പോൾ മേക്കപ്പ് ചെയ്യാൻ വന്നപ്പോൾ ചേച്ചിയുടെ കയ്യിലിരിക്കുന്ന കണ്ട് ഈ കളറ് കണ്ട് ഫസ്റ്റ് ക്രഷ് അടിച്ച് ഞാൻ ചേച്ചിയോട് എന്നെ ചോദിച്ച് ആമസോണിൽ നിന്ന് വാങ്ങിയ ബാഗ് കേട്ടോ. അതിന് അധികം എക്സ്പെൻസീവ് ഒന്നുമല്ല, ബട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ കളർ തന്നെയാണ് മെയിൻ. അപ്പോൾ എൻ്റെ ഈ ഒരു ബാഗിൽ എന്തൊക്കെയാണ് ഞാൻ ട്രാവൽ എന്ന് പറയുമ്പോൾ വൺ ഡേ ട്രാവൽ. ഇവിടെ ഞാനിപ്പോൾ എറണാകുളമാണ്. അപ്പോൾ എറണാകുളം തന്നെ ഞാൻ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ അല്ല ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ ഇപ്പോൾ എനിക്ക് ഏറ്റവും കംഫർട്ട് ഇത്രയും വലിയൊരു ബാഗാണ്. കാരണം ഇതിനകത്ത് ഒരുപാട് ഐറ്റംസ് ക്യാരി ചെയ്യാൻ പറ്റും. അപ്പോൾ അധികം ഞാൻ സംസാരിക്കാതെ നമുക്ക് ബാഗിൽ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഗൈസ്, ഒരു കാര്യം കൂടി പറയാനുണ്ട്, എന്നിട്ട് നമുക്ക് കാണാം ബാഗിൽ എന്താണെന്ന്. മറ്റൊന്നല്ല, എൻ്റെ ബാഗ് കണ്ടോ, അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. അത്യാവശ്യം സാധനങ്ങൾ ഞാൻ ക്യാരി ചെയ്യാറുണ്ട്. എന്താണെന്നറിയത്തില്ല, ഇങ്ങനെ സംസാരിച്ചിങ്ങനെ വ്ളോഗ് എടുത്ത ശീലമില്ലാത്തതുകൊണ്ടായിരിക്കും പെട്ടെന്ന് പറയുമ്പോൾ നാക്ക് കൊളുത്തും. ഓക്കെ, അത് വിട്ടേക്ക്. അപ്പോൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഞാൻ ക്യാരി ചെയ്യാറാണ്. എന്താണിത്? അത്യാവശ്യം സാധനങ്ങളൊക്കെ ക്യാരി ചെയ്യാറുണ്ട്. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴത്തേക്കും എൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മെഡിസിൻ എൻ്റെ കയ്യിലുണ്ട്, പക്ഷേ ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ എനിക്കത് ആവശ്യമുണ്ട്. ഞാനതിൻ്റെ ബാഗിൽ എടുത്തിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ട് ഞാൻ എടുത്തില്ല? ആവശ്യം വന്നപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നല്ലോ എന്നൊരു തോട്ട് എനിക്ക് വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ട്രാവൽ ചെയ്യുമ്പം അതനുസരിച്ചിട്ടുള്ള ഐറ്റംസൊക്കെ ഞാൻ ക്യാരി ചെയ്യാറുണ്ട്. തുറന്നിട്ട് അല്ലടാ, എൻ്റെ ഫ്രണ്ട് ഗൈസ്, എൻ്റെ ഫ്രണ്ടും ബാക്ക് ഏകദേശം ഒരേപോലെയൊക്കെ ആട്ടോ, അതുകൊണ്ട് തിരിഞ്ഞു പോകാറുണ്ട്. കുഴപ്പമില്ല, സംഭവം കണ്ടാൽ പോരെ. ഓക്കെ, അപ്പോൾ ഗൈസ്, എല്ലാവരുടെ കയ്യിലും എന്തായാലും ഉണ്ടാവുന്നൊരു സാധനമാണ് ആദ്യത്തെ മൊബൈൽ ഫോൺ. എൻ്റെ കയ്യിൽ ഇല്ല എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല കേട്ടോ. എൻ്റെ കയ്യിൽ ഒറ്റൊരു മൊബൈലേ ഉള്ളൂ. അത് ഞാൻ യൂസ് ചെയ്യുന്ന iPhone 14 Pro Max ആണ്. ആ ഫോണിലാണ് ഞാനിപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ബാഗിൽ നിന്ന് എടുത്ത് കാണിക്കാൻ വേറെ ഫോണില്ല, ഒറ്റ ഫോണേ ഉള്ളൂ. ഓക്കെ, ആ ഫോൺ കാണിക്കാനും പറ്റില്ലല്ലോ, അതിലാണല്ലോ വീഡിയോ എടുക്കണേ. ഓക്കെ, അടുത്തത് പാനി, തണ്ണി, വെള്ളം മുഖ്യം. പ്രത്യേകിച്ചും ഇപ്പോൾ സമ്മർ സീസൺ ആയതുകൊണ്ട് എല്ലാവരും ഹൈഡ്രേറ്റഡ് ആയിട്ട് നിൽക്കാൻ മെയിനായിട്ട് ശ്രമിക്കുക. എനിക്കങ്ങനെ വെള്ളം കുടിക്കുന്ന ശീലങ്ങളൊന്നുമില്ല, പക്ഷേ എന്നാലും ഞാൻ വെള്ളം കൊണ്ട് നടക്കാറുണ്ട്, കാണുമ്പോൾ കുടിക്കാറുണ്ട്. അപ്പം നമുക്ക് ഇച്ചിരി വെള്ളം കുടിക്കാം. കേട്ടില്ല? സ്റ്റേ ഹൈഡ്രേറ്റഡ്. അത് പറഞ്ഞപ്പോഴാ ബോട്ടിൽ ശ്രദ്ധിച്ചോ? സാധാരണയല്ല, ഞാൻ ആദ്യം മറ്റുള്ള നോർമൽ ബോട്ടിലൊക്കെ ഉണ്ടല്ലോ, അതായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് യൂസ് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ബാഗിലൊക്കെ വെക്കുമ്പോൾ അതിങ്ങനെ വീർത്തും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ബോട്ടിലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതുണ്ടോ, നോട്ട് പാഡ് പോലെ ഇരിക്കുക സംഭവം, ഒരു ബുക്കിൻ്റെ ഷേപ്പിലൊക്കെ ഇരിക്കുക. അപ്പോൾ നമുക്ക് ബാഗിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒതുങ്ങിയിരിക്കും. അതേപോലെ നമുക്ക് ഒരുപാട് സാധനങ്ങൾ, ബാക്കി സാധനങ്ങളൊക്കെ വെക്കാനുള്ള സ്പേസും കിട്ടും. അതുകൊണ്ട് വെള്ളം മുഖ്യം, കുടിക്കണം കേട്ടോ. അപ്പോൾ അടുത്തത് സൺസ്ക്രീൻ. എനിക്ക് ഡെർമറ്റോളജിസ്റ്റ് തന്ന സൺസ്ക്രീൻ ആട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ എൻ്റെ പേര് പറയുന്നില്ല, മറ്റൊന്നുമല്ല, ഓരോരുത്തരുടെ സ്കിൻ അനുസരിച്ചിട്ടായിരിക്കും ഡെർമറ്റോളജിസ്റ്റ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഞാനിത് പറഞ്ഞിട്ട് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ സ്കിന്നിൽ പിടിക്കുമെന്ന് എനിക്കറിയില്ല. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡോക്ടറിനെ കണ്ടിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഓക്കെ, നെക്സ്റ്റ് കോംബ്. ചെറിയ കോമ്പല്ലേ, രസമല്ലേ? എനിക്ക് ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ബാഗിൽ എനിക്ക് ചെറിയ കോമ്പാട്ടോ ഇഷ്ടം. എല്ലാ പെമ്പിള്ളേർക്കും അത്യാവശ്യമുള്ള സാധനങ്ങൾ, ചീപ്പ്. അപ്പോൾ അടുത്തത് മിറർ. എവിടെയെങ്കിലുമൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ മേക്കപ്പ്, ടച്ചപ്പ് എന്നിവ കാര്യങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളാണ് മിറർ.
ഇതെങ്ങനെ ഡിസൈൻ നല്ലതല്ലേ, ഞാൻ ഈയിടെ വാങ്ങിയതാട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, അങ്ങനെ വാങ്ങിയതാണ്. ഓക്കെ, അടുത്തതാണ് ഇത് എൻ്റെ കോമ്പാക്ട് പൗഡറും അതിൻ്റെ ബ്രഷുമാണ്. ഞാൻ മാക്കിൻ്റെ കോമ്പാക്റ്റാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് ഒരു 3-3.5 വർഷമായിട്ട് ഞാൻ ഈ ഒരു കോമ്പാക്റ്റ് വിട്ട് ഞാൻ വേറൊരു കോമ്പാക്റ്റിലേക്ക് ചാടിയിട്ടില്ല. എന്താണെന്നറിയത്തില്ല, ഇതെൻ്റെ ഭയങ്കര ഫേവറേറ്റാണ്. മാക്കിൻ്റെ ഔപ്പാടി യൂസ് ചെയ്യുന്ന കോമ്പാക്റ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ അതേപോലെ ട്രാവൽ ചെയ്യുമ്പം ഒരുപാട് മേക്കപ്പ് ഐറ്റംസ് ഒന്നും ക്യാരി ചെയ്യുന്ന ഒരാളല്ല. എനിക്ക് ആവശ്യമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പാക്റ്റ് ഞാൻ കൊണ്ടുപോകാറുണ്ട്. പിന്നെ ലിപ്സ്റ്റിക്ക് ഉണ്ട്, അതിവിടെ എവിടെയോ ഉണ്ടായിരുന്നു, പോയാ ബന്ധപ്പെട്ട ലിപ്സ്റ്റിക്ക്, കോമ്പാക്റ്റും ലിപ്സ്റ്റിക്കും ഞാൻ അങ്ങനെ ഒരുപാട് ഷെയ്ഡൊന്നും കൊണ്ട് നടക്കാറില്ല. ഞാൻ വീട്ടിൽ നിന്ന് ഒരുങ്ങി ഇറങ്ങുമ്പോൾ ഒരു ഷെയ്ഡായിരിക്കും ഇടാറ്, എല്ലാം ഞാൻ ന്യൂഡ് തന്നെയാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ ട്രാവൽ ചെയ്യുമ്പോഴും വേറൊരു ന്യൂഡ് സ്ഥിരം എൻ്റെ ബാഗിൽ കാണാം, ഒരു മിനി, നല്ല രസമായത്. അപ്പം ഈ ഒരു ഷെയ്ഡും എപ്പോഴും എൻ്റെ കൂടെ കാണാറുണ്ട്. ഈ ഒരു ലിപ്സ്റ്റിക്കേ ഞാൻ കൊണ്ടു നടക്കാറുള്ളൂ കേട്ടോ, ഓവറായിട്ട്. പിന്നെ ഹെയർ ടൈ ഇത് പിന്നെ അത്യാവശ്യമാണല്ലോ. ഇത് എപ്പോഴും നേരത്തോട്ട് കുറേ നാളെ ഇവൻ എൻ്റെ കൂടപ്പുറപ്പായിട്ട്. ഇതും ഈയിടെ ഞാൻ വാങ്ങിയതാണ്, ഈ പറഞ്ഞ പോലെ ഈ മിററിൻ്റെ കൂടെ വാങ്ങിയ ഹെയർ ടൈ ആണ്. ഈയിടെ എന്തോ പറ്റിയെന്ന് അറിയത്തില്ല, കുറച്ച് ദിവസമായിട്ട് എനിക്ക് ഈ വൈറ്റ് ബീഡ്സ് ഇല്ലേ, അതിനോടൊക്കെ എന്തോ ഒരു ക്രേസും, അങ്ങനെ കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിയതാട്ടോ. പക്ഷേ ഇത് ഞാൻ തലയിലല്ല കഴിച്ചിരുന്നത്, ഇത് ഞാൻ കയ്യിലാണ് എടുത്തത്. കയ്യിലിടാൻ എനിക്ക് എന്തോ ഇഷ്ടം. ഓക്കെ, ഇനി അടുത്തത് സൺഗ്ലാസ്. അതെ, സൺഗ്ലാസ്. പ്രത്യേകിച്ചും നമ്മുടെ നാട്ടിൽ ഇപ്പം അതിയായ നല്ല തണുപ്പായതുകൊണ്ട്, ഉദ്ദേശിച്ച് നല്ല ചൂടായതുകൊണ്ട് ഗ്ലാസ്സിൽ ഒരു പരിപാടി നടക്കത്തില്ല. പ്രത്യേകിച്ചും എനിക്ക്, കാരണം തലവേദന, മൈഗ്രെയിൻ എൻ്റെ കൂടപ്പിറപ്പാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുമ്പോഴോ അല്ലെങ്കിൽ ഡയറക്റ്റ് നല്ല ലൈറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, ഷൂട്ടിനൊക്കെ പോകുമ്പോൾ നല്ല ലൈറ്റ്സ് ഒക്കെ വെക്കുമ്പോഴത്തേക്കും എനിക്ക് മൈഗ്രെയിൻ വരാറുണ്ട്. അതുകൊണ്ട് ഞാൻ സൺഗ്ലാസ് അത്യാവശ്യമായിട്ടും ഞാൻ യൂസ് ചെയ്യാറുണ്ട്. സൺഗ്ലാസ് ഇല്ലെങ്കിൽ തലവേദന എടുത്താൽ പിന്നെ അന്നത്തെ ദിവസം എന്നെ ഒന്നിനും കൊള്ളത്തില്ല, അതേമാതിരി ആകെ പ്രാന്ത് പിടിച്ചു. ഞാൻ വെച്ച് കാണിച്ചു തരാം. എങ്ങനെയുണ്ട് ഗൈസ്, കൊള്ളാവോ? താങ്ക് യു. ഇത് ബുൾഗാരിയുടെ സൺഗ്ലാസ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് സൺഗ്ലാസിന് അധികം കളക്ഷൻസ് അറിയില്ല, അപ്പോൾ എനിക്ക് ഒട്ടും അറിയാത്ത കളക്ഷൻസ് സൺഗ്ലാസിൻ്റെ കേട്ടോ. പക്ഷേ ഇത് ഞാൻ കുറേ തപ്പി, കുറേന്ന് പറഞ്ഞാൽ കുറേ ട്രയൽ ചെയ്ത് എനിക്ക് അവസാനം ഇഷ്ടപ്പെട്ടൊരു സൺഗ്ലാസ് ആണ് ഇത്. പക്ഷെ അന്ന് തൊട്ട് ഇന്ന് വരെ എൻ്റെ ഫേവറേറ്റ് ആണ്. എനിക്ക് 2 വർഷത്തോളമായി എൻ്റെ കൂടെ വന്നിട്ട്. ഓക്കെ, തൽക്കാലം പിന്നെ ഞാൻ ബാഗിലോട്ട് എടുത്ത് വെക്കാം. അടുത്തത് വാളറ്റിൽ കാർഡ്സും, പിന്നെ അങ്ങനെ ക്യാഷ് കൊണ്ട് നടക്കാറില്ല, കാർഡ് തന്നെയാണ് ഗൈസ്. അടുത്ത മറ്റാരുമല്ല, എൻ്റെ ഫേവറേറ്റ് പെർഫ്യൂം. ഇവന്ന് വെച്ചാൽ എനിക്ക് എന്തൊരു വികാരമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പെർഫ്യൂമാണ്. ഞാൻ സത്യം പറഞ്ഞാൽ കുറച്ച് കൺഫ്യൂസ് കാണിച്ച ഇതൊക്കെ അടിക്കുന്നത്, കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടം, തീർന്നു പോകുന്നൊരു വിഷമമാണ്. ഭയങ്കര ഇഷ്ടം കേട്ടോ, നല്ല മണോ. ഇവിടെ ഇരുന്നോ. അടുത്തത് എങ്ങനെയുണ്ട്, ഐ മാസ്കും ഞാൻ കൂടെ കൊണ്ട് നടക്കാറുണ്ട്. മറ്റൊന്നുമല്ല, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എനിക്ക് മൈഗ്രെയിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ ചില ഷൂട്ടിനൊക്കെ നമുക്ക് പോകുമ്പോഴത്തേക്കും എനിക്ക് സൺഗ്ലാസ് വെക്കാൻ പറ്റില്ല. കാരണം ഈ മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും സൺഗ്ലാസ് വെക്കുമ്പം, സൺഗ്ലാസ് ഊരുമ്പോൾ സൺഗ്ലാസിൻ്റെ ഒരു പാട് ഇങ്ങനെ വന്ന് നടക്കും, ഗ്ലാസ് ഇട്ടേക്കുന്ന പോലെ. അപ്പോൾ അതുകൊണ്ട് സൺഗ്ലാസ് ഞാൻ വെക്കാറില്ല. അപ്പോൾ രണ്ടും കൽപ്പിച്ച് ഞാൻ ഷൂട്ടിന് പോകാറുണ്ട്, രണ്ടും കൽപ്പിച്ച് തിരിച്ച് ഞാൻ മൈഗ്രെയിനായിട്ട് വരാറുമുണ്ട്. അപ്പോൾ ഞാൻ ഷൂട്ട് കഴിഞ്ഞ് റിട്ടേൺ വരുന്ന വഴിക്ക് ഞാൻ ഈ ഐ മാസ്ക് എടുത്ത് കണ്ണിലിങ്ങനെ വെച്ച് കുറച്ച് ഡാർക്കായിരിക്കുമ്പം എനിക്ക് കുറച്ച് റിലാക്സ് ആയൊരു ഫീൽ കിട്ടും. ഓക്കെ ആയി ഞാൻ വരും. അപ്പോൾ ഞാൻ മാസ്ക് കൊണ്ടു നടക്കാറുണ്ട്. ഇതും ഇപ്പം വാങ്ങിയ മാസ്ക് കേട്ടോ. ഞാൻ ആദ്യം വൈൽഡ് ക്രാഫ്റ്റിൻ്റെ ഒരു മാസ്കാണ് യൂസ് ചെയ്തത്. അതെനിക്ക് ഒട്ടും കംഫർട്ടായിരുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത് ഞാൻ ഈ ഇടയിൽ വാങ്ങിയതാണ്. ഇതും ഓക്കെ. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും നല്ല കംഫർട്ടായിട്ടുള്ള ഐ മാസ്ക് ഏതെങ്കിലും നല്ലത് അറിയാമെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണം, എനിക്ക് അത്യാവശ്യമാണ് കേട്ടോ. ഓക്കെ,
പി സേഫ്. ഇത് നമ്മളെ ടോയ്ലറ്റ് സ്പ്രേ ആണ്, സാനിറ്റൈസർ സ്പ്രേ ആണ്. ഇത് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ഇത് ഞാൻ യൂസ് ചെയ്യുന്ന വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ പുറത്തൊക്കെ പോകുമ്പം എല്ലാവരും യൂസ് ചെയ്ത വാഷ്റൂംസൊക്കെ യൂസ് ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് അങ്ങോട്ട് യൂസ് ചെയ്യുന്നത് ഒട്ടും നല്ലതായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറില്ല. പല അസുഖങ്ങളും വരാൻ റീസണാണ്, ഇൻഫെക്ഷൻസ് ഒക്കെ വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വാഷ്റൂമിൽ ഇതൊന്ന് സ്പ്രേ ചെയ്തിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഇൻഫെക്ഷൻസ് ഒന്നും വരാതിരിക്കാൻ ഏറ്റവും നല്ലതാണ്. പ്രത്യേകിച്ച് ഗേൾസ് മസ്റ്റായിട്ട് യൂസ് ചെയ്യണമെന്ന് ഞാൻ സജസ്റ്റ് ചെയ്യുന്നു. നിങ്ങൾ ആരെങ്കിലും ഗേൾ ഫ്രണ്ടോ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സജസ്റ്റ് ചെയ്യണം കേട്ടോ. പി സേഫ്. പി സേഫ് എന്ന് പറയുന്ന ബ്രാൻഡ് കേട്ടോ. ഇതന്നെ വേണമെന്നൊന്നുമില്ല, ബട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഇതാണ്. ഓക്കെ, തീരാറായി. ഓക്കെ, അടുത്തത് കണ്ടു ഞെട്ടണ്ട. ഇത് മറ്റൊന്നല്ല, ഞാനിങ്ങനെ എല്ലാം കൂടെ വലിച്ചു വാരിയിടാറില്ല കേട്ടോ, എനിക്കിഷ്ടമല്ല. എന്നെ അറിയാവുന്നവർക്ക് നന്നായിട്ടറിയാം. ഇത് ബോഡി ലോഷൻ. ബോഡി ലോഷനാണ് ഇത്. നിങ്ങൾക്ക് കണ്ടാലറിയാം, ഇത് ഞാൻ വാങ്ങിയതല്ല. എവിടെയെങ്കിലുമൊക്കെ സ്റ്റേക്കേഷൻ നിൽക്കുമ്പോൾ അവിടെ നിന്ന് പറക്കിക്കൊണ്ട് വരുന്നതാണ്. ട്രാവൽ ചെയ്യുമ്പോൾ ഇതൊക്കെ ഏറ്റവും യൂസ്ഫുള്ളാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ മിനി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ, അല്ലെങ്കിൽ സ്റ്റേക്കേഷനൊക്കെ പോകുമ്പോൾ അവിടെ ഇരിക്കുന്നതിലൊക്കെ ഞാൻ പറക്കിക്കൊണ്ട് വരാറുണ്ട്. ഇതേപോലെ എന്താണ് ബോഡി വാഷ്, അങ്ങനെ ഹാൻഡ് ക്രീം, അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ കിട്ടില്ല, അതെല്ലാം പറക്കിയെടുത്തുകൊണ്ട് വരാറുണ്ട്. പിന്നെ സാനിറ്റൈസർ. ഇതെന്തിനാ എൻ്റെ കൂടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. കോവിഡ് തുടങ്ങിയ സമയം തൊട്ട് നമ്മളെല്ലാവരും ശീലിച്ചൊരു കാര്യമാണ് സാനിറ്റൈസർ. പക്ഷെ മാസ്ക് എനിക്ക് അത്രയും വലിയ ശീലമൊന്നും ആയിട്ടില്ല കേട്ടോ. പക്ഷേ സാനിറ്റൈസർ എനിക്ക് ഭയങ്കര ശീലമായി. അങ്ങനെ ഉപയോഗിക്കാറൊന്നുമില്ല, പക്ഷേ എപ്പോഴും എൻ്റെ കൂടെ കാണും. എന്തിനാണെന്ന് എനിക്കും അറിയത്തില്ല. അതന്നെ. ഇത് ഹാൻഡ് ക്രീം ഞാൻ നൈക്കിയിൽ നിന്ന് വാങ്ങിയതാണ്. ഇതും ഞാൻ ഒറ്റൊരു തവണ യൂസ് ചെയ്തിട്ടുള്ളൂ, പക്ഷേ ഇതും എൻ്റെ കൂടെ ഉണ്ട്, ആവശ്യം വരുമെന്നേ. അങ്ങനെ അടുത്തത് കഴിഞ്ഞു ഗൈസ്, കഴിഞ്ഞു, കുറച്ചുകൂടിയേ ഉള്ളൂ. അടുത്തത് ഇതിനകത്ത് മറ്റൊന്നല്ല, ഫോണിൻ്റെ ചാർജർ. അല്ലെന്നുണ്ടെങ്കിൽ ഇട്ടതിന് ആകെ മെസ്സായി കിടക്കും. ഉണ്ട്, ഇപ്പം തന്നെ മെസ്സായി. അപ്പോൾ ഇതൊക്കെ പിന്നെ എടുത്ത് വെച്ചേക്കാം. ഓക്കെ, അപ്പം അടുത്തത് ഇതിപ്പോൾ ഷോപ്പിംഗ് കോംപ്ലക്സ് കയറിയ ഫീലുണ്ട് നിങ്ങൾക്കൊക്കെ. ഓക്കെ, അടുത്തത് മെഡിസിൻസ്. അങ്ങനെ വലിയ അസുഖമുള്ള കൊച്ചൊന്നുമല്ല കേട്ടോ. അപ്പോഴുണ്ടെങ്കിൽ തലവേദന മാത്രമേ ഉള്ളൂ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പലയിടത്തും ട്രാവൽ ചെയ്യുന്നല്ലേ, ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഒരെണ്ണം ഞാൻ ഇതെല്ലാം മൂന്നാറ് ഒരു ഷൂട്ടിന് പോയപ്പോൾ എനിക്ക് പനി അടിച്ചിട്ട് മെഡിസിന് വേണ്ടിയിട്ട് ഇത്രയും മുകളിൽ നിന്ന് ഇത്രയും താഴെ കുറേ നടക്കേണ്ടി വന്നു മെഡിസിന് വേണ്ടിയിട്ട്. അന്ന് തൊട്ട് ഞാൻ ഈ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഈ വൈറ്റമിൻ ടാബ്ലറ്റ്സ്, പനിയുടെ, തുമ്മലിൻ്റെ, അങ്ങനെയുള്ള എല്ലാ കാര്യത്തിൻ്റെയും ഇങ്ങനെ മെഡിസിൻസ് ക്യാരി ചെയ്യാറുണ്ട്. എനിക്ക് ആവശ്യം വരുമ്പോൾ ഉപയോഗിക്കാനും കൂടെ വരുന്നവർക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ തന്ന് സഹായിക്കും. എയർപോഡ്. ഇതും എഡിറ്റിങ്ങിനാണ് ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന എയർപോഡ്. അല്ലാതെ എനിക്ക് യാതൊരു ബന്ധവും ഇല്ല ഇവനായിട്ട്. എനിക്കിപ്പോഴാണ് മനസ്സിലായി ഞാൻ ഇത്ര സാധനങ്ങളും കൊണ്ടാണോ നടക്കുന്നതെന്നും. പിന്നെ എൻ്റെ കയ്യിലുള്ള ബാഗിൽ ഏറ്റവും ലാർജ് ബാഗും കൂടിയാണ് കേട്ടോ ഇത്. ബാക്കി ബാഗൊന്നും ഇത്രയും വലുതല്ല. അടുത്തത് ഭയങ്കര സൗണ്ടായി തോന്നുന്നു. ഓക്കെ, ഇത് സ്ട്രോബെറി മിൻസ് ആണ്. പക്ഷേ ഇതിനകത്തുള്ളത് സ്ട്രോബെറി മിൻ്റ് അല്ല, ഇത് കഴിഞ്ഞിരുന്നു. അപ്പം ഞാൻ സാധാ മിൻറ്റില്ലേ അതൊക്കെ അതെടുത്തിട്ട് ഞാൻ ഇതിനകത്ത് റിഫിൽ ചെയ്യാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞു ഗൈസ്, ലാസ്റ്റ് ആണ് ടിഷ്യൂ പേപ്പർ, പോക്കറ്റ് ടിഷ്യൂ. ഇതുണ്ട, ഇതൊക്കെ ഉപയോഗിച്ച് പാതിയായി ഇത് പൊട്ടിക്കാത്ത. ഇവനും അത്യാവശ്യമാണല്ലോ, ഇവനില്ലാതെ എന്ത് ജീവിതമല്ലേ. അപ്പോൾ ഇതൊക്കെയുള്ള ഗൈസ്, ബാഗ് കാലിയായി. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ, ട്രാവൽ എന്ന് പറഞ്ഞല്ലോ ഒരു ദിവസം 1 ഡേ ട്രാവൽ ചെയ്യുമ്പം എൻ്റെ കൂടെ ഉണ്ടാവുന്നത് ഇതൊക്കെയായിരിക്കും. അപ്പോൾ ഇതിനകത്ത് സത്യം പറഞ്ഞാൽ എനിക്കല്ല ആവശ്യമുള്ള സാധനങ്ങളാട്ടോ. അനാവശ്യമായിട്ട് എനിക്ക് ഇതിനകത്ത് ഒരെണ്ണം പോലും എനിക്ക് മാറ്റി വെക്കാൻ തോന്നുന്നില്ല, കാരണം എനിക്കെല്ലാം ആവശ്യമുള്ളതാണ്. അപ്പോൾ ഗൈസ്, എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ്.
അതേപോലെ നിങ്ങളെല്ലാ എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. ഇനിയും സപ്പോർട്ട് ചെയ്യുക. അതേപോലെ ഗൈസ് കണ്ടൻറ്റ് തപ്പി ഞാനൊരു വഴിയായി. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സജഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് കണ്ടൻറ്റ് ചെയ്യാൻ താല്പര്യം എന്നുള്ളതും കൂടി എനിക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ലവ് യു ഓൾ. താങ്ക് യു സോ മച്ച്. ബൈ.